ഞാൻ ഉറങ്ങാൻ കിടന്നാൽ കാണുന്ന സ്വപ്നം ഇതാണ്. തൻ്റെ കാമുകനെ വിട്ട് സാലുസ്യന്റെ പ്രണയം മറച്ചുവെച്ച് നിങ്ങളെ പ്രാപിക്കുകയായിരുന്നെങ്കിൽ എനിക്കുണ്ടാകുന്ന പുത്രൻ എങ്ങനെയായിരിക്കും? ഞാൻ ടെസ്സി റോണി. എൻ്റെ പ്രിയപ്പെട്ട പുസ്തകം സുഭാഷ് ചന്ദ്രൻ എഴുതിയ സമുദ്രശില എന്ന പുസ്തകമാണ്. ഇത് തയ്യാറാക്കിയിരിക്കുന്നത് മാതൃഭൂമി ബുക്സാണ്. 325 പേജുള്ള ഈ പുസ്തകം ഏറ്റവും നല്ല രീതിയിൽ 3 സെഗ്മെൻറ്റുകളായാണ് തിരിച്ചിരിക്കുന്നത്. സുഭാഷ് ചന്ദ്രൻ്റെ നോവലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പദസമ്പത്തും അത് വിന്യസിച്ചിരിക്കുന്ന രീതികളുമാണ്. ഈ നോവലിൽ മുഖ്യ കഥാപാത്രങ്ങളായി വരുന്നത് അംബ എന്ന സ്ത്രീയും അവരുടെ അനന്ത പത്മനാഭൻ അല്ലെങ്കിൽ അപ്പു എന്ന് വിളിക്കുന്ന മകനും അവരുടെ അമ്മയുമാണ്. ഈ സൃഷ്ടി എന്ന് പറയുന്നത് ഒരു എഴുത്തുകാരൻ്റെ ആവലാതിയും ആശങ്കകളും കൂടിയുള്ളതാണ്. അതാണ് ഈ നോവലിനെ ഏറ്റവും അധികം പ്രത്യേകതകളാക്കുന്നത്. കാലത്തിനനുസരിച്ച് നീങ്ങുന്ന ഒരു പുസ്തകം കൂടിയാണിത്. അംബ എന്നത് മഹാഭാരതത്തിലെ ഒരു സ്ത്രീയാണ്. ആദ്യ അധ്യായം തുടങ്ങുന്നത് തന്നെ മഹാഭാരതത്തിലെ അംബയിൽ നിന്നായതുകൊണ്ട് തന്നെ ഈ അംബ വ്യാസമുനിയുടെ അടുത്തേക്ക് വരികയാണ്. അത് വെറുതെയല്ല വരുന്നത്, 2 ചോദ്യങ്ങളുമായാണ് വരുന്നത്. ആ വരുന്നതിന് മുൻപ് തന്നെ ഇവർ വളരെ നിരാശയിലായിരുന്നിട്ട് ആ നിരാശ കൊണ്ട് അവർ ഒരു തീക്കുണ്ടമുണ്ടാക്കി അതിന് മുന്നിൽ ആത്മാഹുതിക്ക് വേണ്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് 18 ദിവസം 12 യോജന നടന്ന് 28ാമത്തെ വേദവ്യാസനായ കൃഷ്ണദ്വൈപായനെ കാണാൻ എത്തുന്നത്. അവിടെ വന്ന് ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന്, തൻ്റെ സഹോദരിമാരായ അനുജത്തിമാരായ അംബികയ്ക്കും അംബാലികയ്ക്കും ജനിക്കുന്ന പുത്രന്മാർ അന്ധനായ ധൃതരാഷ്ട്രരും പാണ്ഡനായ പാണ്ഡുവർണ്ണനുമാണ്. താൻ തൻ്റെ കാമുകനെ വിട്ട് സാലുസ്യന്റെ പ്രണയം മറച്ചുവെച്ച് നിങ്ങളെ പ്രാപിക്കുകയായിരുന്നെങ്കിൽ എനിക്കുണ്ടാകുന്ന പുത്രൻ എങ്ങനെയായിരിക്കും എന്നാണ് അംബ ചോദിക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്ന മറുപടി, നീ എന്നെ പ്രാപിക്കുന്നത് സ്വേച്ഛയോടെ ആയിരിക്കില്ല എന്നതുകൊണ്ട് തന്നെ സ്വേച്ഛയോടെ കൈകാലുകൾ പോലും ചലിപ്പിക്കാൻ കഴിയാത്ത മകനായിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ അംബയുടെ മകനും അങ്ങനെ തന്നെയാണ്. ഒരു വിരൽ മാത്രം ചലിപ്പിക്കാൻ പറ്റുന്ന ഭിന്നശേഷിക്കാരനായ 21 വയസ്സുകാരൻ മകനാണ് അംബയ്ക്കുള്ളത്. അതുതന്നെയാണ് നമ്മളുടെ സമുദ്രശിലയിലെ അംബയും മഹാഭാരതത്തിലെ അംബയും തമ്മിലുള്ള ഒരു സാമ്യം. മറ്റൊന്ന്, എല്ലാം ഉണ്ടെന്ന ഗർവിൽ അങ്ങ് എഴുതാനിരിക്കുന്ന മഹാഗ്രന്ഥത്തിൽ ഇടം പിടിക്കാത്ത ഒരു വിഷയമുണ്ട്. എന്തെന്ന് പറഞ്ഞാൽ അതെന്താണ് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നത്, അത് വെറുതെ ഉത്തരം പറയുകയല്ല ചെയ്യുന്നത്, ഹൃദയത്തെ നാവാക്കിക്കൊണ്ടാണ് പറയുന്നത്. ഉപാധികളില്ലാത്ത സ്നേഹം. മുനിവര്യൻ കുറച്ചു സമയം നിശ്ചലനായി കണ്ണുകളടച്ചു നിന്ന് ഓർത്തു നോക്കി. അതിൽ ധർമ്മവും അധർമ്മവും ഒരുമയും വേർപാടും പ്രണയവും കലഹവും രതിയും വിരക്തിയും ആഹ്ലാദവും വിഷാദവും ഭക്തിയും വിഭക്തിയും വരവും ശാപവും മിഥ്യയും തദ്യയും കൊതിയും ചതിയും സുരത്വവും അസുരത്വവും കവിത്വവും കാടത്വവും എല്ലാമുണ്ട്. അക്കൂട്ടത്തിൽ എവിടെയും ആ പച്ചമരത്തണലില്ല. ഉപാധികളില്ലാത്ത സ്നേഹം. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നീ ഇതിഹാസത്തിൽ സൂചിപ്പിച്ച ആ ഉപാധികളില്ലാത്ത സ്നേഹം ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പോയി തിരക്കി നോക്കൂ അംബ എന്നാണ് പറഞ്ഞിട്ട് അദ്ദേഹം അവളെ പറഞ്ഞയക്കുന്നത്. മാത്രമല്ല അദ്ദേഹം ഒരു സ്വപ്നം കാണുന്നുണ്ട്. അദ്ദേഹം പുലർച്ചെ കാണുന്ന സ്വപ്നമാണ്. വെളിച്ചം ഇളകിപ്പറക്കുന്ന വിളക്കുകാലിന് കീഴെ അദ്ദേഹം നിൽക്കുകയാണ്. അപ്പോൾ അപരിചിതരായ സ്ത്രീകൾ കയ്യിൽ ഒരു വിറകുകൊള്ളിയും പേറി
പ്രാർത്ഥന പോലെ എന്തോ മന്ത്രം ഉരുവിട്ടുകൊണ്ട് നടക്കുന്നതിനിടയിൽ ഒരുവൾ മാത്രം തിരിച്ചു ചെന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, അസുഖക്കാരനായ എൻ്റെ പാവം മകനെ കൊന്ന് അതിന് ശിക്ഷിക്കപ്പെട്ട് ഒരു ദ്രവിച്ച ഇരുമ്പഴികൾ പാകിയ തീരെ ചെറിയ വാതിൽ മാത്രമുള്ള ഒരു കരിങ്കൽ കെട്ടിനുള്ളിലിരുന്ന് തടവ് പുള്ളികളുടെ കുപ്പായം ധരിച്ച താങ്കൾ എൻ്റെ പേര് കരഞ്ഞുകൊണ്ടുച്ചരിക്കുന്നു. ഞാൻ ഉറങ്ങാൻ കിടന്നാൽ കാണുന്ന സ്വപ്നം ഇതാണ്. ഈ സ്വപ്നം കേട്ടതോടുകൂടി കഥാകാരന് വളരെയധികം ഭീതി തോന്നുന്നുണ്ട്. താൻ ഒരു കുറ്റവാളിയാണോ എന്നുള്ള ഒരു ഭീതിയാണ് അദ്ദേഹത്തെ വേട്ടയാടുന്നത്. ഇവിടെ അമ്പ നിരാലംബയാണ്. തൻ്റെ സ്നേഹിച്ച കാമുകനില്ല, ഭർത്താവ് ഉപേക്ഷിച്ചു പോയി. 21 വയസ്സായ മകൻ സെറിബ്രൽ പാൾസിയും ഓട്ടിസ്റ്റിക് ഡിസോർഡറും ഒരുമിച്ച് അനുഭവിക്കുന്ന, കൈകാലുകൾ ഇളക്കാൻ സാധിക്കാത്ത ഒരു മകനാണ്. മഹാഭാരതത്തിലെ അമ്പയെപ്പോലെ തന്നെ പുരുഷൻ്റെ ഒരാശ്രയവുമില്ലാതെ ഒറ്റയ്ക്ക് പൊരുതി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ് അവരിവിടെ. മറ്റൊന്ന്, അവർ കാണിക്കുന്ന ഉപാധികളില്ലാത്ത സ്നേഹമാണ്. ആ ഉപാധികളില്ലാത്ത സ്നേഹം എന്ന് പറയുന്നത് രോഗിയായി കിടപ്പിലായ അമ്മയെ അതിരാവിലെ തന്നെ എഴുന്നേറ്റ് അവരുടെ മലമൂത്ര വിസർജ്യങ്ങൾ മാറ്റിയതിന് ശേഷം മകൻ്റെ കിടക്കയിലേക്ക് ചെന്ന് അവൻ്റെ സുരതമുള്ള ആ പുതപ്പുകൾ മാറ്റി അവനെ കുളിപ്പിച്ച് പ്രഭാത കർമ്മങ്ങളിലേക്ക് തുടങ്ങുകയാണ്. രാത്രിയിൽ കിടക്കാൻ മുറികളില്ല. അതുകൊണ്ട് തന്നെ ഊണുമേശയ്ക്ക് മുകളിൽ അജ്ഞാതരായ ആർക്കോ വേണ്ടി ഒരുക്കി വെച്ച വിഭവം പോലെ ഊൺമേശയ്ക്ക് മുകളിലാണ് കിടക്കുന്നത്. അതുമാത്രമല്ല, ഈ അമ്പ വളരെ വേദനിക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്. തൻ്റെ മകന് എല്ലാ കാര്യങ്ങളും താൻ ചെയ്തു കൊടുക്കുമ്പോൾ അവൻ ഇന്ന് വരേക്കും അവൻ ഉപയോഗിച്ചിരുന്ന, അവൻ കണ്ടിരുന്ന ഫുട്ബോൾ എന്ന അവൻ്റെ താല്പര്യത്തിൽ നിന്നും മാറി പോൺ സൈറ്റുകളിലേക്ക് അവൻ എത്തിപ്പെടുകയാണ്. ഒരു വിരൽ കൊണ്ട് മാത്രം തോണ്ടി അവൻ കാണുന്ന അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളുടെ രതിവിലാസങ്ങൾ അവളെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. തനിക്ക് ക്യാൻസറിൻ്റെ പിടിയിലാണ് താനെന്നും അതിൽ നിന്നും മോചനമില്ലെന്നും മനസ്സിലായപ്പോൾ തൻ്റെ 21കാരനായ മകൻ, അമ്മയുടെ മാത്രം സ്നേഹം കൊണ്ട് സംതൃപ്തിയടഞ്ഞ മകൻ, ആ മകനെ ആരെ ഏൽപ്പിക്കും എന്ന ഒരു ചോദ്യമാണ് അമ്പയുടെ മുന്നിലുള്ളത്. അതിനെ പരിസ്ഥിതി ലോല പ്രദേശമായ വയനാട്ടിലെ ഭൂമി വിറ്റുകിട്ടിയ ആ സ്വത്ത് ബാങ്കിലിട്ടാൽ ആരെങ്കിലും മകനെ ഏൽപ്പിച്ചാൽ അവർ നോക്കുമോ എന്ന ചോദ്യത്തിന് അവൾ തന്നെയാണ് ഉത്തരം പറയുന്നത്. ആ പണത്തിനു വേണ്ടി അവരവനെ കൊല്ലും. ആ വേദനയിൽ നിന്നുമാണ് അവന് ഇഷ്ടപ്പെട്ട, ഏറ്റവും മകൻ സ്നേഹിച്ച് ഭക്ഷിക്കുന്ന മാംസം ഒരുക്കിക്കൊണ്ട് 2 ഗ്ലാസ്സുകളിൽ വീഞ്ഞു പകർന്ന് അതിൽ എലിവിഷം ചേർത്ത് മകൻ്റെ അരികിൽ വന്ന് സ്നേഹത്തോടെ അവനെ ഭക്ഷിപ്പിക്കുന്നതും അതിനുശേഷം ഈ വീഞ്ഞു കൊടുത്ത് ഒരു യൗവനക്കാരൻ ആസ്വദിക്കണം എന്നാഗ്രഹിക്കുന്ന എല്ലാ ലഹരിയും അവനെ കൊണ്ട് അനുഭവിപ്പിക്കുന്നതും, പിന്നീട് രതിയുടെയും മൃതിയുടെയും പാഠങ്ങൾ ഒരേ സമയം അവനെ പഠിപ്പിക്കാൻ, രണ്ടും ഒന്ന് തന്നെയാണെന്ന് അനുഭവിപ്പിക്കാൻ മകൻ്റെ മുഖത്തേക്ക് പിടയ്ക്കുന്ന തൻ്റെ നെഞ്ചെ തെല്ലൊന്നമർത്തി സാരി ഉയർത്തിവെച്ച് അവൾ അവനുമേൽ കവച്ചു. മൃതിമൂർച്ചയിൽ തൻ്റെ മകൻ ഒടുങ്ങിയതിന് ശേഷം തൻ്റെ ജാലകവാതിൽ മെല്ലെ തുറന്ന് അവൾ ആ വീഞ്ഞു നുകർന്നു. അപ്പോൾ കർക്കിടകത്തിലെ ആർത്തലയ്ക്കുന്ന മഴയിൽ മാലിന്യത്തിൻ്റെ പ്രളയജലം കുതിച്ചൊഴുകുന്ന കാനോലി കനാൽ അവൾ കാണുന്നുണ്ടായിരുന്നു. കേരളത്തിലെ 44 നദികളും നിറഞ്ഞൊഴുകി. 2018 ഓഗസ്റ്റ് 15-ാം തീയതി 14 ജില്ലകളിലെയും വീടുകളിലെ സ്വീകരണ മുറിയിലേക്ക് ഒരു അതിഥിയായി കടന്നു വന്ന വെള്ളം ഇഞ്ചിഞ്ചായി ഉയർന്ന് അത് മനുഷ്യജീവനുമേൽ കവച്ചിരിക്കാൻ തുടങ്ങി. പ്രകൃതി മലർന്നു കിടന്ന് തുപ്പുന്ന മനുഷ്യരെ ഉപരിസുരതം ചെയ്ത് ഹനിക്കാൻ നദികൾ തങ്ങളുടെ കച്ചയഴിച്ചു.
ഇവിടെ പ്രകൃതിയോട് മനുഷ്യൻ ചെയ്ത ആ ക്രൂരതയ്ക്ക് പ്രതികരിക്കുന്ന പ്രകൃതിയെയാണ് സുഭാഷ് ചന്ദ്രൻ സമുദ്രശിലയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. താങ്ക് യു.